പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം മമ്മൂട്ടിക്ക് അങ്ങനെ ഓസ്കാർ കിട്ടിയടി. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ കാണുമ്പം സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടി ആരാധകർ പറയുന്നു മമ്മൂട്ടിയുടെ ചിത്രം ഓസ്കാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, മമ്മൂട്ടിക്ക് ഓസ്കാർ കിട്ടാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇനി അല്ലാതെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഓസ്കാർ വല്ലതും കൊടുത്തോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി നമ്മളറിയാതെ അവിടെ ചെന്നപ്പോൾ മമ്മൂട്ടി ആയതുകൊണ്ട് ഒരു ഓസ്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണോ എന്നും അറിയില്ല. ഏതായാലും ഇത് മമ്മൂട്ടിക്ക് ഓസ്കാർ കിട്ടി. മമ്മൂട്ടിക്ക് ഓസ്കാർ കിട്ടിയില്ല എന്ന് ഈ പൊട്ടന്മാരെ പറഞ്ഞൊന്നും മനസ്സിലാക്കി കൊടുക്കണേ. കാരണം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അക്കാഡമി മ്യൂസിയത്തിൽ ദി ഫോറസ്റ്റ് ദി ഫീ എന്ന വിഭാഗത്തിൽ ഒരു പ്രത്യേക വിഭാഗമാണ്, പ്രത്യേക പരമ്പര തുടങ്ങുന്നതിൻ്റെ ഭാഗം. ആ വിഭാഗത്തിൽ ഹൊറർ, മിത്ത്, ഫോക്ലോറ് നമ്മുടെ ചേർന്ന വിഭാഗത്തിൽ ഇന്ത്യൻ ലോക സിനിമ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രമയുഗവും എത്തി. നമുക്കറിയാമല്ലോ, ഹൊറർ സിനിമയാണ്, മിത്തുണ്ട് ഇതിനകത്ത്. രാഹുൽ സദാശിവൻ്റെ മികച്ച സംവിധാനം, മമ്മൂട്ടിയുടെ മികച്ച അഭിനയം, ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രമയുഗവും തിരഞ്ഞെടുത്തു. അതിനാണ് ഈ കോലാഹലം മൊത്തം. സന്തോഷിച്ചോട്ട്. കാരണം അവർക്ക് സന്തോഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ സന്തോഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരെ ഇടുത്തി താഴ്ത്തിക്കൊണ്ട് ഉള്ള സംഭാഷണ രീതിയാണ് നമ്മൾ എതിർക്കുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലിനെ ഇടിച്ചു താഴ്ത്തി മോഹൻലാലിൻ്റെ ഒരു ചിത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് ചിന്തിക്കുന്നതിന് മുമ്പ് 1997 തോന്നുന്നു ഗുരു എന്ന ചിത്രമാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ എൻട്രി ആയിട്ട് പോകുന്നത്. ഓസ്കാർ കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്, എൻട്രി ആയിട്ട് പോകുന്നത്. എന്നിട്ട് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒന്നും എത്താൻ പറ്റിയില്ല. ഓസ്കാർ നോമിനേഷനൊന്നും വന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോയ ആദ്യത്തെ മലയാള ചിത്രം എന്ന് പറയുന്നത് ഗുരുവാണ്. അതിലെ നായകൻ എന്ന് പറയുന്നത് ലാലേട്ടനാണ്. ഏകദേശം 10-28 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇപ്പോഴേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. 2021 തോന്നുന്നു ജല്ലിക്കെട്ട് പോയിട്ടുണ്ട്. അതുപോലെ 2018 എന്ന ചിത്രം, മലയാള ചിത്രം ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമയായിട്ട് പോയി. അതുപോലെ ആടുജീവിതം ഓസ്കാർ ഇതായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നിരവധി ചിത്രങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവങ്ങളൊന്നും അല്ല. പിന്നെ പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഈ ഓസ്കാർ എന്ന് പറയുന്ന വേദിയിൽ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഭാഷകളിലും വിവിധ തലങ്ങളിലും വിവിധ വിഷയങ്ങളിലുമൊക്കെ സിനിമകൾ തിരഞ്ഞെടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതെന്നൊരു ആണ്. ഇത് ഹൊറർ വിഭാഗത്തിലാണ് പ്രമേയം പ്രദർശിപ്പിച്ചതെങ്കിൽ പല വിഭാഗത്തിലുണ്ട്. അങ്ങനെ 2025 അക്കാഡമി മ്യൂസിയത്തിൽ കുറച്ച് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. 2025 മാർച്ച് 7 മുതൽ ഏപ്രിൽ 19 വരെ ഐക്കോണിക് വിഭാഗത്തിലാണ് 12 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. അതിലൊന്ന് ഇരുവർ എന്ന ചിത്രമായിരുന്നു. നമ്മുടെ കുമ്മാട്ടി ഉണ്ടായിരുന്നു, ഇരുവറും ഉണ്ടായിരുന്നു. ഈ ഇരുവർ എന്ന് പറയുന്ന ചിത്രത്തിലെ നായകൻ മോഹൻലാൽ ആയിരുന്നു എന്നും കൂടെ പ്രത്യേകം ഓർത്തിരുന്നാൽ നല്ലത്. അപ്പം ഓരോ വിഭാഗത്തിലും ഓരോ സമയത്ത് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. അത് എല്ലാവരും ആഘോഷമാക്കാറുണ്ട്. മോഹൻലാൽ ആരാധകർ അന്ന് വലിയ ആഘോഷമാക്കും. മമ്മൂട്ടി ആരാധകർ ആദ്യത്തെ സംഭവമായതുകൊണ്ട് ഒരു ഇച്ചിരിയും കൂടെ ആഘോഷം കൂട്ടി എന്ന് വരും. ഓസ്കാർ നോമിനേഷൻ കിട്ടുക എന്ന് തന്നെ വലിയ പാടാണ്. ഓസ്കാർ എൻട്രി ആയിട്ടൊക്കെ പോകും. അവിടെ നോമിനേഷൻ അവർ കണ്ടിട്ട് അത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അങ്ങനെ 1957 മദർ ഇന്ത്യ എന്നാണ് ഓസ്കാർ നോമിനേഷൻ തന്നെ കിട്ടുന്നത്. എൻകൗണ്ടർ വിത്ത് ഫേസസ് എന്ന് പറയുന്ന 1978 ഒരു ഡോക്യുമെൻ്ററിക്ക് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. സലാം ബോംബെ 1988, ലഗാൻ 2001, ഇതിനൊക്കെ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഓസ്കാർ കിട്ടിയിട്ടില്ല. ഓസ്കാർ കിട്ടിയത് നമുക്കറിയാം. ഫാനുവദയ്യ 1983 വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കാർ കിട്ടുന്നത്. അതുപോലെ സത്യജിത് റേയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വിവിധ സിനിമകൾക്ക് നൽകിയ സംഭാവനകൾ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. റഫൂൽ പൂക്കുട്ടി, അതുപോലെ AR റഹ്മാന് കിട്ടി. പിന്നെ നാട്ടു എന്ന് പറയുന്ന ഗാനത്തിന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഓസ്കാർ നേടിയതാണ്.
അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പുതുമയായിട്ട് തോന്നിയില്ല. പിന്നെ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് അവർ ആഘോഷിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഘോഷിക്കാനുള്ള നിമിഷങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. കാരണം സിനിമയൊന്നും വലിയ വിജയമാകുന്നില്ല. അതിന് അവർ കണ്ടെത്തുന്ന മാർഗം, ന്യായം എന്ന് പറയുന്നത് കാശിന് വേണ്ടിയല്ല, കോടികൾക്ക് വേണ്ടിയല്ല പടമെടുക്കുന്നത്. അല്ലാതെ അത് വൻ ഹിറ്റാകാനുമൊന്നുമല്ല. പുതുമയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം, നല്ല സിനിമകൾ അഭിനയിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളൂ. പിന്നെ കോടികൾ കിട്ടിയാൽ അന്നും ഞങ്ങൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടും. ഇതൊക്കെ തന്നെ സർവ്വസാധാരണ. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഘോഷിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. ആഘോഷിക്കുന്നതിന് നമുക്ക് സന്തോഷമാണ്, നമുക്കും അഭിമാനമാണ്. മലയാളത്തിൽ നിന്നൊരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബ്രഹ്മയുഗം, അത് മമ്മൂട്ടിയുടെ മികച്ച കഥാപാത്രമാണ്, രാഹുൽ സദാശിവൻ്റെ മികച്ച സംവിധാനമാണ്. ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. പക്ഷെ മറ്റുള്ളവരെ കൊച്ചാക്കിക്കൊണ്ടുള്ള ഈ രീതി കാണുമ്പോഴാണ് നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്കും താഴെ വന്നിട്ട് വിവിധ കമൻറ്റുകളുമൊക്കെ ആയിട്ട് ആറാടും എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എത്ര ആറാടിയാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരിയൊക്കെ ഒന്ന് ഒതുങ്ങടേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.